എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി. ഇപ്പം നോർത്ത് ഇന്ത്യൻ കറിക്ക് ഒരു ഡാലെന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഒരു അരക്കപ്പ് ഇല്ല, ഒരു 1/4 കപ്പോളം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നിങ്ങൾക്ക് കൂടുതൽ പരിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാളയുടെ എണ്ണയും കൂട്ടിക്കോണം. ഇപ്പം ഞാൻ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ കേൾക്കണം കേട്ടോ. അപ്പോൾ അതായത് ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. വെന്തുടഞ്ഞു പോയാൽ പിന്നെ കറിക്ക് ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നെയ്യ് നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3-4 കഷ്ണം പട്ട, 2 ഏലക്കായ, പിന്നെ അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് കേട്ടോ. അതിന് മുറിച്ച് ഇടുകയാണ്. അപ്പോൾ അതും കൂടെ ഇട്ടാലേ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഉള്ളവരിട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇട്ടില്ലെങ്കിലും ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് നുറുക്കി വേണം ചേർക്കാൻ കേട്ടോ. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പച്ചമുളക് എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ച് ചേർത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യം. പിന്നെ നോക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ പറയുന്നതെല്ലാം, ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇളക്കി ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ പച്ച ചുവയൊക്കെ മാറി കുറച്ചും കൂടി സ്മൂത്തായിട്ടുണ്ട് നമ്മുടെ ഈ സവാളയൊക്കെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർക്കാം. നിങ്ങൾ ടൊമാറ്റോ വേണമെങ്കിൽ ചേർക്കാം. എങ്കിൽ ടൊമാറ്റോയും കൂടി ഈ പച്ചച്ചുവ മാറിയതിന് ശേഷം ടൊമാറ്റോയും കൂടി ചേർത്ത് അത് വെന്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പരിപ്പ് ചേർക്കാവൂ കേട്ടോ. പരിപ്പ് നല്ലതുപോലെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർക്കണം. പിന്നീട് നോക്കിയിട്ട് തിളച്ചതിന് ശേഷം കുറച്ചുകൂടെ കട്ടി കൂടുകയാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കുറച്ചൊന്ന് വറ്റണം കറി, എങ്കിൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം കറിയൊക്കെ നല്ല തിളച്ച് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പിന്നെ കസ്തൂരി മേത്തിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് ഡാലിനുള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ. കസ്തൂരി മേത്തി കുറച്ച്, ഒരുപാടങ്ങ് കൂടരുത്, ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് കണക്കിനുള്ള പരിവാകും കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളിത് ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് കേട്ടോ അതിലിരുന്നിട്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മറന്നു പോകരുത്, നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ഈ കറി സെർവ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്കാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.